UK-യിൽ പൊട്ടിപ്പുറപ്പെട്ട കുടിയേറ്റ വിരുദ്ധ കലാപം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് അതീവ ആശങ്കാജനകമായി തുടരുകയാണ്. ലിവർപൂളിനടുത്ത സൗത്ത് പോർട്ടിൽ 3 പെൺകുട്ടികൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് കുടിയേറ്റ വിരുദ്ധ കലാപം ശക്തിപ്പെട്ടത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വ്യാജ പ്രചരണവും നടന്നിരുന്നു. കലാപത്തിനിടെ മലയാളി യുവാക്കൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. നോർത്തേൺ അയർലൻഡിലെ തലസ്ഥാന നഗരമായ ബെൽഫാസ്റ്റിൽ താമസിക്കുന്ന മലയാളി യുവാവാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാരുടെ ആക്രമണത്തിന് ഇരയായത്. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം. ഇത് ആദ്യമായല്ല ഇതേ മലയാളി യുവാവിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ യുവാവിന് നേരെ മുട്ടയേറ് നടന്നിരുന്നു. ഈ സംഭവത്തെ യുവാവ് ചോദ്യം ചെയ്യുകയുണ്ടായി. ഇതോടെ വൈരാഗ്യമൂത്ത പ്രതിഷേധക്കാർ സംഘം ചേർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. നടന്നു പോവുകയായിരുന്ന യുവാവിനെ അക്രമികൾ പിന്നിൽ നിന്നും ചവിട്ടി നിലത്തിട്ട ശേഷമായിരുന്നു മർദ്ദനം. സംഭവത്തിന് പിന്നാലെ പ്രക്ഷോഭ മേഖലയിൽ താമസിക്കുന്ന മലയാളികൾ ജാഗ്രത പുലർത്തണമെന്നും അനാവശ്യമായും ഒറ്റപ്പെട്ടും നഗരത്തിൽ ചുറ്റി നടക്കരുതെന്നും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ മലയാളി സംഘടനകൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂട്ടമായി മലയാളം സംസാരിച്ചും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്തിടെ UK-യിലെത്തിയവർ തദ്ദേശീയരെ പ്രകോപിപ്പിക്കും വിധം പെരുമാറുന്നത് പലരുടെയും പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഇത് ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. UK-യിൽ ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ കറുത്തവർക്കും ഏഷ്യക്കാർക്കുമെതിരെ ആക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്. അതേസമയം സൗത്ത് യോർക്ക്ഷയറിലെ റോദർഹാമിൽ അഭയാർത്ഥികളെ പാർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഹോട്ടലിൽ മുഖംമൂടി ധരിച്ച ഇമിഗ്രേഷൻ വിരുദ്ധ പ്രകടനക്കാർ നിരവധി ജനാലകൾ അടിച്ചു തകർത്തു. കൺസർവേറ്റീവുകൾക്കെതിരെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ലേബർ പാർട്ടി നേതാവ് സ്റ്റാർമർ തിരഞ്ഞെടുക്കപ്പെട്ട് 1 മാസത്തിന് ശേഷമാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ ശക്തമായ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. 13 വർഷത്തിനിടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും മോശമായ കലാപത്തിൽ പങ്കെടുത്തതിൽ ഖേദിക്കേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഞായറാഴ്ച തീവ്ര വലതുപക്ഷ പ്രതിഷേധക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. പ്രായപൂർത്തിയാകാത്തവരാണ് കലാപത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയിലേക്ക് പോകുന്നത് പോലീസിനും വെല്ലുവിളിയാകുന്നു. UK-യിലെത്തിയവർ തദ്ദേശീയരെ പ്രകോപിപ്പിക്കും വിധം പെരുമാറുന്നത് പലരുടെയും പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുവെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, നേഷൻ മീഡിയ.